ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ഒരു അനുഭവക്കുറിപ്പാണ്. അതും വളരെ ആഴത്തിൽ നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു അസാധാരണമായ സൗഹൃദത്തിന്റെ കഥയാണത്. അതെ, വളരെ ഹൃദയസ്പർശിയായ ഒന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 34 വയസ്സുള്ള ഒരാൾ, പിന്നെ 84 വയസ്സുള്ള മറ്റൊരാൾ. ഇവര് തമ്മിലൊരു ഉറ്റ സൗഹൃദം. 50 വർഷത്തെ വ്യത്യാസം. അതെ. സൗത്ത് കരോളീനയിലെ ചാൾസ്റ്റണിലേക്ക് പുതിയതായി താമസം മാറിയ നമ്മുടെ ആഖ്യാതാവ് അവിടെ വെച്ചാണ് ഈ 84 വയസ്സുള്ള ടോണിയെ കാണുന്നത്. എന്നിട്ട് അവർക്കിടയിൽ നല്ല ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ടാവുകയാണ്. അതാണ് ഈ കുറിപ്പിൽ പറയുന്നത്. അപ്പോ നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. എങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രായവ്യത്യാസം ഉണ്ടായിട്ടും ഇങ്ങനൊരു സൗഹൃദമുണ്ടായത്? ശരി, എന്താണ് ഇതിന് ഇത്ര സ്പെഷ്യലാക്കുന്നത്? ഇതിന്റെ തുടക്കം തന്നെ എനിക്ക് തോന്നുന്നു വളരെ രസകരമാണ്. പുസ്തകങ്ങളോടുള്ള ഒരിഷ്ടം, അതാണ് ഇവരെ ഒരുമിപ്പിച്ചത്. അവര് താമസിക്കുന്ന ബിൽഡിംഗില് ഒരു ചെറിയ ലൈബ്രറി ഉണ്ടാക്കാൻ നോക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. ഒരു സാധാരണ തുടക്കം അല്ലേ? അതെ. പക്ഷേ അവിടെ നിന്ന് 6 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ ബന്ധം അത് വളരെ സ്ട്രോങ് ആയി. തീർച്ചയായും. ടോണി ഇവരെ ദത്തെടുത്ത മകൾ എന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. അതൊരു കൗതുകമുണ്ട്. പക്ഷെ അതിനപ്പുറം അവരുടെ സംസാരം, ഇടപെടലുകൾ, അതൊക്കെ നോക്കിയാൽ ശരിക്കും സമപ്രായക്കാരെ പോലെയാണ്. കറക്റ്റ്. തമാശ പറയുന്നു, മേക്കപ്പ് ടിപ്സ് കൊടുക്കുന്നു, പുസ്തകങ്ങളെപ്പറ്റി ചൂടൻ ചർച്ചകൾ, ജീവിതത്തിലെ വിഷമങ്ങൾ വരെ എല്ലാം ഷെയർ ചെയ്യുന്നു. അതെ അതെ. അപ്പോ അതാണ് ഈ ബന്ധത്തെ ശരിക്കും വ്യത്യസ്തമാക്കുന്നത്. ഇതൊരു ഒരു മെന്റർ മെന്റി ബന്ധമല്ല. അല്ല, ആ ഒരു പതിവ് രീതിയിലല്ല ഇത് പോകുന്നത്. അതായത് 84 വയസ്സുള്ള ടോണിക്ക് 34-കാരിയെ ഉപദേശിക്കണം അല്ലെങ്കിൽ വളർത്തണം എന്നൊരു ചിന്ത, അങ്ങനെ ഒരു നിർബന്ധം പിടിക്കുന്നില്ല. ഇല്ല. പക്ഷെ അതിന്റെ ഒരു സ്വാധീനം സ്വാഭാവികമായിട്ട് വരുന്നുമുണ്ട്. ശരിയാണ്. രാഷ്ട്രീയ നിലപാടുകളൊക്കെ തുറന്നു സംസാരിക്കാൻ പറ്റുന്നു. ഒരുമിച്ച് നാടകം കാണാൻ പോകുന്നു. പിന്നെ എഴുതിയ കഥയൊക്കെ അയച്ചുകൊടുത്ത് അഭിപ്രായം ചോദിക്കാൻ പറ്റുന്നൊരാൾ, ഒരു യഥാർത്ഥ കൂട്ടുകാരി. നിങ്ങളാ പറഞ്ഞ സ്വാഭാവികതയുണ്ടല്ലോ, അതാണ് പ്രധാനം. പിന്നെ എന്നെ ശരിക്കും ആകർഷിച്ചൊരു കാര്യം, ഈ സൗഹൃദം കാരണം നമ്മുടെ ആഖ്യാതാവിന് പ്രായമാകുന്നതിനെക്കുറിച്ചുള്ള പേടി കുറഞ്ഞു എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ടോണിയുടെ ആ ഒരു ജീവിതത്തിലെ ഊർജം, എപ്പോഴും സന്തോഷത്തോടെയുള്ള ആ നിൽപ്പ്. അതെ, പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം, അതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ 80 വയസ്സിലും ജീവിതം ഇങ്ങനെ ആഘോഷിക്കാം, പുതിയ കാര്യങ്ങൾ ചെയ്യാം എന്നൊരു തിരിച്ചറിവ് കിട്ടി. ശരിയാണ്. സാഹസികമായി മുന്നോട്ടു പോകാമെന്നൊരു തോന്നൽ, അതൊരു വലിയ കാര്യമാണ്. കാരണം പ്രായത്തെക്കുറിച്ച് നമുക്ക് പലർക്കും പല ധാരണകളുണ്ട്, മുൻവിധികളുണ്ട്. അതിനെയൊക്കെ ഇത് മാറ്റുന്നു. ടോണിക്ക് 84 വയസ്സുണ്ട് എന്നത് ഒരു സംഖ്യ മാത്രം. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു 34 വയസ്സുകാരിയും അതിനിടയിലുള്ള എല്ലാ പ്രായങ്ങളും ഉണ്ട് എന്ന് ആഖ്യാതാവ് മനസ്സിലാക്കുന്നു. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്. ഒരുപക്ഷെ ഈ ബന്ധം ടോണിക്കും നല്ല ഊർജം കൊടുക്കുന്നുണ്ടാവാം. ഒരു യുവതലമുറയുമായി ഇങ്ങനെ ഇടപഴകുന്നത് ഒരുപക്ഷെ ടോണിയുടെ ആ ഒരു യുവത്വം നിലനിർത്താനും സഹായിക്കുന്നുണ്ടാവും. ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്, അല്ലേ? തീർച്ചയായും. അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? പ്രായത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവാം എന്നത് മാത്രമല്ല. അത് മാത്രമല്ല, അത്തരം ബന്ധങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ ഊർജം നൽകാനും പരസ്പരം വളർത്താനും കഴിയുമെന്നുകൂടിയാണ്. ശരിയാണ്. തീർച്ചയായും. വ്യത്യസ്ത തലമുറയിലുള്ളവർ തമ്മിൽ സൗഹൃദമുണ്ടാവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാനുണ്ട്. പ്രായം എന്നതിനെ ഒരു തടസ്സമായി കാണാതിരുന്നാൽ മാത്രം മതി. അതെ. വ്യക്തികളെയും അവരുടെ ചിന്തകളെയും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പൊ നല്ല ബന്ധങ്ങൾ ഉണ്ടാവും. അവസാനം ഇത് വയസ്സിന്റെ കാര്യമല്ല, ഒരേ വേവ് ലെങ്ത് ഉള്ള മനസ്സുകൾ കണ്ടുമുട്ടുന്നതാണ്. ആ ഒരു കെമിസ്ട്രി, അതാണ് പ്രധാനം. അപ്പോ ഈ ഒരു അനുഭവക്കുറിപ്പിലൂടെ തലമുറകൾക്കിടയിലെ അതിർവരമ്പുകൾ ഇല്ലാതാക്കുന്ന സൗഹൃദത്തിന്റെ ഒരു ശക്തിയും ഭംഗിയുമാണ് നമ്മൾ കണ്ടത്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഇതുപോലുള്ള സൗഹൃദങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവും. അതെ, നിങ്ങളെയും ഒരുപക്ഷെ ഈ ചർച്ച ചിന്തിപ്പിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രായം ഒരു വിഷയമല്ലാതായ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ കഥയിലെ പോലെ അത്തരം ബന്ധങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ, ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളുമായുള്ള സൗഹൃദം നിങ്ങളിലെ യുവത്വത്തെ എങ്ങനെ സ്വാധീനിച്ചു? തിരിച്ചും നിങ്ങളുടെ ചിന്തകളും ഇതുപോലെ പ്രചോദനം തരുന്ന സൗഹൃദ കഥകളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ
theopenmicpodcasts@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അറിയിക്കാവുന്നതാണ്. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.